സംസ്ഥാനത്തിന് അധിക വരുമാനം നൽകുന്നതിൽ മുൻപന്തിയിലാണ് വിനോദസഞ്ചാര മേഖല. കേരള ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് വിനോദസഞ്ചാര മേഖലയുടെ വികസന സ്വപ്നങ്ങൾക്കുള്ളത്. ഈ മേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കാനുള്ള തുക വകയിരുത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാനപ്പെട്ട ഇടമാണ് വയനാട്. ദുരന്താനന്തരം വയനാടിന്റെ ടൂറിസം പുനർനിർമ്മാണത്തിന് എന്ത് എന്നതാണ് ഉറ്റുനോക്കുന്നത്. വിദേശ വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളും ബജറ്റിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുന്നുണ്ട്. 2019 11.9 ലക്ഷം വിദേശ വിനോദസഞ്ചാരികളെത്തിയ കേരളത്തിൽ 2023 കണക്ക് ആശങ്കപ്പെടുത്തുന്നതാണ്. 6.5 ലക്ഷം വിദേശ വിനോദസഞ്ചാരികൾ മാത്രമാണ് കേരളത്തിൽ 2023 എത്തിയത്. ഇതിന് പരിഹാരം കാണാൻ ബജറ്റിൽ എന്ത് മാജിക്കുണ്ടാവുമെന്ന് കാത്തിരിക്കാം. കേരളത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മെഡിക്കൽ ടൂറിസം, വെൽനസ് ടൂറിസം എന്നീ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായേക്കും. സബ്സിഡികളും ഇൻസെന്റീവുകളും നൽകി ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ബജറ്റിലുണ്ടായിരുന്നു. 4 ജില്ലകളിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററും സ്ഥാപിക്കാൻ തീരുമാനമെടുത്തിരുന്നു. പൂർണ്ണമായും നടപ്പിലാകാതെ പോയ ഈ 2 തീരുമാനങ്ങൾക്കും ഇത്തവണത്തെ ബജറ്റിൽ കൂടുതൽ ശ്രദ്ധ നൽകിയേക്കും. കേരളത്തിലെ പരമ്പരാഗത ഉത്സവങ്ങളെ ടൂറിസം സാധ്യതയ്ക്കായി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയും ഇത്തവണയുണ്ടാകും. 351.42 കോടി രൂപയാണ് ബജറ്റിൽ വിനോദസഞ്ചാര മേഖലയ്ക്കായി കഴിഞ്ഞ തവണ അനുവദിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രം 136 കോടി രൂപ വകയിരുത്തിയിരുന്നു. ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന് 12 കോടി രൂപയാണ് കഴിഞ്ഞ തവണ അനുവദിച്ചത്. ഇത്തവണ ഈ തുകയിലെല്ലാം വർധനയുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കരയിലും വെള്ളത്തിലും ആകാശത്തും ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഇടമാണ് കേരളം. വയനാട് ദുരന്തത്തിന് ശേഷം ആ മേഖലയിൽ പുതുശ്വാസം തേടുന്ന കേരളത്തിന് ഇനി പ്രതീക്ഷ KN ബാലഗോപാൽ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ച ബജറ്റിലാണ്. സലിം മാലിക്, 24, തിരുവനന്തപുരം.